ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസിക. ഗുരുകൃപയുടെ വെളിച്ചം കുടുംബജീവിതത്തിൽ പകരുന്ന ഒരു സമ്പൂർണ്ണ മാസിക. വായിക്കുക, വരിക്കാരാകുക. കോപ്പികൾക്കായി വിളിക്കുക 6282319294. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസിക. ശാന്തം സ്നേഹദയാ പ്രവാഹം സൗമ്യം ലോകമഹാപ്രകാശം നിതാന്തം സുന്ദര പൂർണ്ണസ്വരൂപം സത്യം ജഗദ്ഗുരു നാരായണായ. സത്യം ജഗദ്ഗുരു നാരായണായ. നമ്മുടെ എല്ലാം അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന മഹിമാവാർന്ന ശ്രീനാരായണ ഗുരുദേവ പദത്തിൽ ശ്രീനാരായണ ഗുരു എന്ന നാമം ഈ ഭൂമിയിലുള്ളതുകൊണ്ട് മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു എളിയ ഗുരുഭക്തൻ്റെ വിനീത പ്രണാമം. വാക്കുകളുടെ അതിദേവതയായ ശുദ്ധവിദ്യാസ്വരൂപിണിയായ ശ്രീ ശാരദാമ്മയ്ക്ക് നമസ്കാരം. ഭഗവാന്റെ വാക്കുകൾ മുഴങ്ങുന്നിടത്തെല്ലാം ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാൾ കുതൂഹലതയോടുകൂടി വന്നു നിൽക്കുന്ന ഭഗവാന്റെ വിശിഷ്ടരായ ശിഷ്യഗണങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും ഈ വിനീത ഗുരുഭക്തൻ്റെ പ്രണാമം. രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം. ഹേ കാമദ കാമാന്തക കാരുണ്യപയോധേ, ഏകീടണമേ സൗഖ്യമെനിക്കൻ പൊടുശംഭോ. കോലത്തുകര കോവിൽ വാഴും ഭഗവാനേ. എല്ലാ പദ്യങ്ങളിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞെന്നാൽ ഒറ്റ വാക്കുകൊണ്ടാണ് പ്രാർത്ഥന ആവശ്യം ഉന്നയിക്കുന്നത്. സന്മതി തോന്നിക്കണം എന്ന് നമ്മൾ നാലാമത്തെ പദ്യത്തിൽ, ആ ഒറ്റ വാക്കാണ് നാലാമത്തെ പദ്യത്തിൻ്റെ കാമ്പെന്ന് പറയുന്നത്. സന്മതി തോന്നിക്കുക. രണ്ടാമത്തത് വയ്യാത്തത് ചെയ്യാൻ തുനിയാതാക്കുക. അതാണ് അഞ്ചാമത്തെ പദ്യത്തിൻ്റെ ആവശ്യം. ആറാമത്തെ പദ്യത്തിലെ ആവശ്യം സൗഖ്യം നൽകണം. ഏകീടണമേ സൗഖ്യം. സൗഖ്യമാണ് വേണ്ടത്. സുഖമായിട്ടിരിക്കാൻ സാധിക്കുക. നമ്മളൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളവരാണ്. ഒരുപാടൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉള്ളവരുണ്ട്. പക്ഷേ ഒരാഗ്രഹം പാലിക്കുക. എന്താണത്? എനിക്ക് സൗഖ്യം ഉണ്ടാവണം. ഒന്നും സമ്പാദിക്കാൻ സാധിച്ചില്ലെങ്കിലും വേണ്ടിയില്ല, എനിക്ക് ഈ ജീവിതം മുഴുവനും സൗഖ്യമായിരിക്കാൻ സാധിക്കണം. എൻ്റെ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ അങ്ങയുടെ പരമപദം പ്രാപിക്കുന്നതിനും അങ്ങയുടെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ. ഗദ്യപ്രാർത്ഥന പറഞ്ഞു തീർക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ ലോകവാസം കഷ്ടപ്പാടുകൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ അങ്ങയുടെ പരമപദം പ്രാപിക്കുന്നതിനും
അങ്ങയുടെ അനുഗ്രഹം എന്നിലുണ്ടാകണമേ. കഷ്ടപ്പാട് കൂടാതെ ഈ ലോകവാസം പൂർത്തിയാക്കാൻ സാധിക്കണം. എന്നിട്ടോ ഒടുവിൽ അങ്ങയുടെ പദം പോകാൻ സാധിക്കണം, അങ്ങയുടെ പരമപദത്തിലെത്താൻ സാധിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? സത്കർമ്മം ചെയ്തേ പറ്റൂ. അപ്പോൾ കഷ്ടപ്പാട് കൂടാതെ പോകണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടാകാവൂ, ജീവിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടാവുള്ളൂ. അതാ ഏകീടണമേ സൗഖ്യം. അതാണ് 6-ാം പദ്യത്തിൻ്റെ കീ പോയിൻ്റ്, കീ വേർഡ് എന്ന് പറയുന്നത് സൗഖ്യമാണ്. അതിനെന്ത് വേണം സൗഖ്യം കിട്ടാനായിട്ട്? രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം. രോഗ ആദികൾ എല്ലാം ഒഴിവാക്കണം. ഇപ്പോൾ ഈ രോഗം എന്ന് പറയുമ്പോൾ എന്താണ്? രോഗം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ പറയും അസുഖം അല്ലേ? ഇപ്പോൾ പനി ഒരു രോഗമാണ്, വയറുവേദന ഒരു രോഗമാണ്. ഇങ്ങനെ ഓരോ രോഗങ്ങൾ നമുക്കുണ്ട്. മുട്ടുവേദന ഉണ്ടാകുന്നു, ശരീരം മൊത്തം വേദന ഉണ്ടാകുന്നു, ജ്വരം ഉണ്ടാകുന്നു, ഇപ്പോഴാണ് കൊറോണ വന്ന് നിൽക്കുന്നു. ഈ രോഗാദികൾ എന്ന് പറയുന്നത് എന്താണ്? ഈ രോഗം എന്ന് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന അസുഖം വരാൻ കാരണമായ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് അനാവശ്യമായി വെയിൽ കൊണ്ടു പനി വരാം. അനാവശ്യമായി മഴ നനഞ്ഞു, പനി വരാം. നമ്മൾ സ്ഥിരം കുളിക്കുന്ന സമയം മാറി കുളിച്ചു, പനി വരാം. ചൂടുവെള്ളത്തിൽ കുളിക്കുന്നവൻ ഒരു ദിവസം പെട്ടെന്ന് പച്ചവെള്ളത്തിൽ കുളിച്ചു, പനി വരാം. പച്ചവെള്ളത്തിൽ കുളിക്കുന്നവൻ ഒരു ദിവസം കഠിനമായി ചൂടുവെള്ളത്തിലെടുത്ത് കുടിച്ചാലും പനി വരാം. ഭക്ഷണം ശ്രദ്ധിക്കാതെ പഴയ ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചു, ദഹനക്കേട് വരാം. അപ്പോൾ എല്ലാ അസുഖങ്ങൾക്കും കാരണമായ ഒരു ദുഷ്കർമ്മം, ഒരു ദുഷ്പ്രവൃത്തി, അല്ലെങ്കിൽ ഒരു ആലോചനയില്ലാത്ത, ബുദ്ധിയില്ലാത്ത ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പ്രവൃത്തി ചെയ്യാൻ ഉണ്ടായ ആ തോന്നലുണ്ടല്ലോ, അതാണ് രോഗകാരിയായിരിക്കുന്നത്. അപ്പോൾ രോഗാദികളെന്ന് പറയുമ്പോഴത്തേക്ക് അത്തരം തോന്നലുകളും അവിടെ ഒഴിവാക്കണം. അസുഖം മാത്രമല്ല, അസുഖമുണ്ടാക്കാൻ കാരണമായിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് വന്ന എല്ലാ കുഴപ്പങ്ങളും ഒഴിവാക്കണം. എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് നേർവഴിക്ക് നടത്തണം, ശരിയായത് ആലോചിച്ചും കണ്ടും ചെയ്യാൻ സാധിപ്പിക്കണം. അതിന് എന്നിലെ എല്ലാ രോഗാദികളെയും, എന്നെ ദുഷിച്ച വഴിക്ക് കൊണ്ടുപോകുന്നത് എന്തൊക്കെയാണോ അതെല്ലാം രോഗമാണ്. നമ്മൾ ചിലതിനെക്കുറിച്ചൊക്കെ അമിതമായി ആലോചിക്കുന്നതും രോഗമാണ്. ചില കാര്യങ്ങളെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠ, ചിലർക്ക് അസഹനീയമായ ഉത്കണ്ഠ. അയ്യോ അങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണം, അയ്യോ എങ്ങനെ ചെയ്യൂ, അത് ഞാനിനി അവിടെ പോയിട്ട് എന്തൊക്കെ ചെയ്യും? ആദ്യം അവിടെ പോവുക എന്നുള്ളതാണ് ആവശ്യം. പോയിട്ട് സാഹചര്യം അനുസരിച്ച് ചെയ്യണം. നമ്മൾ ക്രിക്കറ്റ് കളിക്കാർ ശീലിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്താണ്? ക്രീസിൽ പോയിട്ട് ബാറ്റ് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. തൊട്ട് പിറകിൽ സ്റ്റമ്പ് ഉണ്ട് 3 അതിൻ്റെ പിന്നിലൊരു വിക്കറ്റ് കീപ്പർ നിൽപ്പുണ്ട്. കുറച്ച് മുന്നിൽ നിന്ന് 3 സ്റ്റമ്പുകൾക്ക് അപ്പുറത്ത് നിന്ന് ആ ബൗളർ ഓടി വന്ന് എറിയുന്നു. അയാളുടെ പന്ത് ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് പാഞ്ഞു വരാം. പന്ത് അയാളുടെ കൈ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തും. അതിനു മുമ്പ് നോക്കിയും കണ്ട് നിന്ന്, അതിൻ്റെ ദിശ നോക്കി നിന്ന്, അതിനെ എങ്ങോട്ട് പായിക്കണമെന്ന് നിശ്ചയിച്ച് അടിച്ച് പായിക്കണം. എങ്കിലേ അയാൾക്ക് നല്ല ബാറ്റ്സ്മാൻ ആവാൻ സാധിക്കുകയുള്ളൂ. ബൗളറുടെ കയ്യിൽ നിന്ന് പന്ത് പോന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഇയാളിലെത്തും. ചിലപ്പോൾ ഇയാളുടെ ദേഹത്ത് കൊള്ളാം, തൊട്ടപ്പുറത്ത് നിൽക്കുന്ന സ്റ്റമ്പിൽ കൊള്ളാം. ചിലപ്പോൾ അത് പിടിച്ചെടുത്ത് വിക്കറ്റ് കീപ്പർ ഇയാളെ ഔട്ടാക്കാം. ഇതെല്ലാം സംഭവിക്കുന്നതിന് കുറച്ച് സമയമേ ഉള്ളൂ. അതിനിടയ്ക്ക് ഈ ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ശീലിക്കുന്നത് നല്ല തെളിഞ്ഞ ബുദ്ധിയോടുകൂടി നിലകൊള്ളുക എന്നുള്ളതാണ്. എന്തും വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം, നോ പ്രീ പ്ലാനിങ്, വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് മുന്നിലുള്ള ആശങ്കയുടെ മറ നീങ്ങിയിട്ട്
ബുദ്ധി പ്രകാശിക്കാൻ തുടങ്ങും. ബുദ്ധി പ്രകാശിക്കുമ്പോൾ എത്രയും വേഗത്തിൽ വരുന്ന ആ ബോളും ഇയാളുടെ കണ്ണിൽ പെടുന്നു. അതിൻ്റെ വരവിൻ്റെ വേഗത അയാൾക്ക് അറിയാൻ സാധിക്കുന്നു. അയാൾക്ക് വേണ്ട സമയത്ത് അതിനെ ഹിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് വേണ്ടത്? അതിന് ആ ദൃഢതയാണ് വേണ്ടത്. എന്തും വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. ഇത്തരം ചിന്തയാണ് ആശങ്ക ഒഴിവാക്കുന്നത്. ആ ചിന്ത ഉണ്ടാകുക എന്ന് പറയുന്നത് അത് സന്മതി ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ, വിശ്വാസം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അടിയുറച്ച വിശ്വാസം. തനിക്ക് സാധിക്കും, കോൺഫിഡൻസ്, തനിക്ക് സാധിക്കും. ആശങ്ക മാറും, ഉത്കണ്ഠ മാറും. ഈ ആശങ്കയും ഉത്കണ്ഠയും എന്ന് പറയുന്നത്, നമ്മൾ സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോൾ പെട്ടെന്ന് മുന്നിൽ കൊണ്ടുവന്ന് ഒരു കർട്ടൻ ഇട്ടാൽ അപ്പുറം കാണാനാവാതെ വീഴുന്ന പരിപാടി. ആ കർട്ടൻ ഇടുന്ന പരിപാടിയാണ് ഈ ആശങ്ക എന്ന് പറയുന്നത്, ഉത്കണ്ഠ എന്ന് പറയുന്നത്, പേടി എന്ന് പറയുന്നത്. ആ ഭയക്കാതിരിക്കുക. ഭയക്കാതിരുന്നാൽ നമുക്ക് എന്തിനേയും നേരിടാനുള്ള അഭൗമമായ ചൈതന്യം നമ്മിൽ എല്ലാവരിലും ഉണ്ട്. അപ്പോൾ ആശങ്കപ്പെടാതെ ഇരിക്കുക. ആശങ്കപ്പെടാതെ ഇരുന്നാൽ എല്ലാവിധത്തിലുള്ള രോഗാദികളെയും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ശ്രദ്ധയോടെ ഇരിക്കുക. ഞാനായിട്ട് അതിനെ വിളിച്ചു വരുത്തരുത്. ശ്രദ്ധ മാത്രം മതി, ജാഗ്രത മാത്രം മതി. നമ്മൾ ചെയ്യുന്നതിലും പെരുമാറുന്നതിലും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ ആ ജാഗ്രതയോടെ ഇരിക്കുക. ആ ജാഗ്രത വന്നാൽ രോഗാദികളെല്ലാം ഒഴിവാക്കും. ആ ജാഗ്രത തരാനാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. ആ ജാഗ്രത എനിക്കുണ്ടാക്കി തരണം. ഹേ കാമത കാമാന്തക കാരുണ്യപയോധേ. അപ്പോൾ വിശേഷണങ്ങൾ കോലതിരേശന് കൊടുത്തുകൊണ്ടാണ് രോഗാദികളെല്ലാം ഒഴിവാക്കിയിടണം എന്ന് പറയുന്നത്. ആ വിശേഷണങ്ങളിലേക്ക് നോക്കിയാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് രോഗാദികൾ ഒഴിവാക്കാനായിട്ട് കോലതിരേശനോട് പറയുന്നത്. കാരണം കോലതിരേശൻ ആരാണ്? ഹേ കാമത, ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്നവനെ. കാമാന്തക, അതേസമയം ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്നവനെ. കാരുണ്യപയോധേ, കരുണാ സമുദ്രമേ. 3 വാക്കുപയോഗിച്ചിട്ട്, 3 വിശേഷണം ഉപയോഗിച്ചിട്ട് കോലതിരേശനെ ഭഗവാൻ സ്തുതിക്കുകയാണ്. ഒന്ന്, ഒരേ സമയം ആഗ്രഹം സാധിച്ചു തരുന്നവനും അതേസമയം ആഗ്രഹത്തെ ചുട്ടരിച്ചു കളയുന്നവനുമാണ് ആര്? ശിവൻ എന്ന് പറയുന്നത്. എന്താഗ്രഹമാണ് സാധിക്കുന്നത്? അതാണ് സൗഖ്യം നൽകണം, സന്മതി നൽകണം. ഇതൊക്കെ ആഗ്രഹമാണ്. അതല്ലേ നമ്മൾ ആവശ്യപ്പെട്ടത്? സൗഖ്യം നൽകണം, വയ്യാത്തത് ചെയ്യാൻ തുനിയാതാക്കണം. ഇത്തരം ആഗ്രഹങ്ങൾ ചോദിച്ചാൽ സാധിച്ചു തരുന്നവനാണ്. അതൊക്കെ നല്ലതാവാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളാണ്. പക്ഷേ കാമം വന്നാലോ? കാമം എന്ന് പറയുമ്പോഴത്തേക്ക് അത് നേടിയെടുക്കാനുള്ള ആഗ്രഹമാണ്. അത് മറ്റൊരാളുടെ കയ്യിലിരിക്കുന്നതാണ്. പക്ഷെ വിവേകമില്ല, അത് എനിക്ക് വേണം. അതാണ് കാമം എന്ന് പറയുന്നത്. ആ ആഗ്രഹം, അത് എനിക്ക് നേടിയെടുക്കാനുള്ള അഭിനിവേശം, അത് ഇല്ലാണ്ടാക്കി കളയും. കാമനെ ചുട്ട കാമാരിയാണ് ശിവൻ എന്ന് പറയുന്നത്. കാമദേവനെ ചുട്ടരിച്ചു കളഞ്ഞു. കാരണം എന്താണ്? ശിവൻ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശിവന് പാർവതിയോട് ഇഷ്ടം തോന്നിക്കാൻ വേണ്ടിയിട്ട് കാമദേവൻ വന്ന് എന്ത് ചെയ്യിച്ചു? എന്താണ് കാമദേവൻ്റെ കയ്യിലിരിക്കുന്ന അസ്ത്രം അല്ലേ, അത് പുഷ്പം കൊണ്ടുള്ള അസ്ത്രമാണ്, പൂക്കൾ കൊണ്ടുള്ള അസ്ത്രമാണ്. അത് ശിവന് നേരെ എയ്തു. അത് ചെന്ന് കൊണ്ടു. ശിവൻ തപസ് ഉണർന്നു. പാർവതിയിലേക്ക് ഒരു നിമിഷം കാമത്തോടു കൂടി നോക്കി. പക്ഷെ പെട്ടെന്ന് ശിവൻ തിരിച്ചറിഞ്ഞു. അതാണ് വിവേകമെന്ന് പറയുന്നത്. ഒരു നിമിഷം ആരും പതറിപ്പോവാം, വികാരത്തിന് അടിമപ്പെട്ടു പോകാം. പക്ഷെ അടുത്ത നിമിഷം പെട്ടെന്ന് റിയലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ചാടി പുറത്ത് കിടക്കുക, ആ ഇരുളിൽ നിന്ന് ഓടി പുറത്ത് കിടക്കുക. ഇതാണ് വിവേകി. അപ്പോൾ ശിവൻ വിവേകത്തിൻ്റെ സ്വരൂപമാണ്. പെട്ടെന്ന് ശിവന് മനസ്സിലായി, എന്നിലേക്ക് ആരോ ഈ വികാരം ഇപ്പോൾ കടത്തിവിട്ടല്ലോ. ആരാണ്? അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് കാമദേവൻ നിൽക്കുവാണ്. ഒറ്റ നോട്ടത്തിൽ അവനെ ചുട്ടരിച്ചു കളഞ്ഞു. കാമനെ ചുട്ട് ദഹിപ്പിച്ചു കളഞ്ഞു. അതാണ് ശിവൻ. അപ്പോൾ
ആഗ്രഹം സാധിച്ചു തരാൻ ആരുടെ പോകണം? അമിത ആഗ്രഹങ്ങളെ ചുട്ടരിക്കുന്നവൻ്റെ അടുക്കെ പോകണം. ശിവനായി നിൽക്കണം ഒരു വീട്ടിൽ പിതാവ്. എന്താണ്? വീട്ടിലുള്ളവരുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങളാണോ എങ്കിൽ അത് സാധിച്ചു കൊടുക്കുക. അനാവശ്യമായ ആഗ്രഹം വന്നാൽ അതിനെ ചുട്ടരിച്ചു കളയുക. അത് നടക്കില്ല ഇവിടെ. അതൊന്നും മക്കൾ ആലോചിക്കേണ്ട, അല്ലെങ്കിൽ ഭാര്യ ആലോചിക്കേണ്ട. അതൊന്നും ഇവിടെ നടക്കില്ല. കാരണം നമ്മൾ സുസ്ഥിരമായ ഒരവസ്ഥയിൽ വളരെ സൗഖ്യത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴതിൻ്റെ പിന്നാലെ പോകണ്ട. പോയാൽ നമുക്ക് ദുഃഖമുണ്ടാകും, അപകടമുണ്ടാകും. അങ്ങനെ ഒന്നും നിയന്ത്രിക്കാത്തത് കൊണ്ടാണ് ശ്രീരാമൻ്റെ ജീവിതത്തിൽ വലിയ ദുഃഖം ഉണ്ടായത്. കാരണം എന്താ? ആശ്രമത്തിൽ സുഖമായിട്ടിരിക്കുന്നു, സൗഖ്യത്തോടു കൂടിയിരിക്കുന്നു. പെട്ടെന്ന് സീതയ്ക്ക് ഒരു അമിത ആഗ്രഹം ഉണ്ടായി. ഒരു മാൻ അതുവഴി നടക്കുന്നു, സ്വർണ്ണമാൻ നടക്കുന്നു, അതിനെ കളിക്കാൻ പിടിച്ചു കൊടുക്കണം. അതെന്തൊരാഗ്രഹം? അത് ദുരാഗ്രഹമാണ്. അത് നടക്കില്ല എന്ന് രാമൻ പറഞ്ഞാൽ രാമായണം തീർന്നോടെ അല്ലേ? പക്ഷേ രാമൻ പറഞ്ഞില്ല. രാമൻ എന്ത് ചെയ്തു? അത് സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അതാണ് രാമനുണ്ടായ പരാജയം. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ പിന്നെ ഉണ്ടായി. പിന്നെയും ഭാര്യയോടൊത്ത് കഴിയുവാനായിട്ട് സാധിച്ചില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ രാമായണം എന്ന് വെച്ചാൽ രാമനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എഴുതിയതല്ല രാമായണം എന്ന് പറയുന്നത്. ദൈവം ഭൂമിയിൽ മനുഷ്യനായി വന്നാലും തെറ്റുപറ്റാം എന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് രാമായണം എന്ന് പറയുന്നത്. അതാണ് ഇതിഹാസങ്ങളുടെ പ്രത്യേകത. ഇതിഹാസം രചിച്ചവർ ആരും അവരുടെ മാതൃകാ പുരുഷനെ മുഴുവനും ന്യായീകരിക്കില്ല. മാതൃകാ പുരുഷന്മാരെ മുഴുവൻ ന്യായീകരിക്കുന്നത് നമ്മളാണ്. അവരെന്ത് തെറ്റ് ചെയ്താലും ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞാലും നമ്മൾ സമ്മതിക്കത്തില്ല. പിന്നെയും അവരുടെ പിന്നിൽ അണിചേർന്ന് ജയ് ജയ് സിന്ദാബാദ് വിളിച്ച് അവർ നന്നാവാമെന്ന് വിചാരിച്ചാൽ അവരെ നന്നാകാൻ സമ്മതിക്കാത്തവരാണ് നമ്മൾ. അങ്ങനെയല്ല ഇതിഹാസങ്ങൾ രചിച്ചവർ. അവർക്ക് എന്തേ ഉള്ളൂ? അവർക്ക് സത്യം ജയിക്കണമെന്നേ ഉള്ളൂ. ഇയാൾ ജയിക്കണമെന്നില്ല. രാമൻ ജയിക്കണമെന്ന് വാൽമീകിക്കില്ല. സത്യം ജയിക്കണമെന്നുണ്ട്. അർജുനൻ ജയിക്കണമെന്ന് കൃഷ്ണനില്ല. ധർമ്മം ജയിക്കണമെന്നേ ഉള്ളൂ. അതാണ് ബോധ്യപ്പെടേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവരെ ചെന്ന് വേണം നമ്മുടെ ആവശ്യം ഉന്നയിച്ച് ചോദിക്കാൻ. കാരണം ശരിയല്ലാത്തത് അവരങ്ങ് നുള്ളിക്കളഞ്ഞോളൂ. ശരിയായത് അവർ സാധിച്ചു തരികയും ചെയ്യും. ഇതിൽ രണ്ടിനും കരുത്തുള്ളവനാണ്. കാമധനുമാണ്, കാമാന്തകനുമാണ്. പിന്നെയോ കാരുണ്യ പയോധയാണ് എന്ന് വെച്ചാൽ കാരുണ്യ സമുദ്രമാണ്. അപ്പോൾ കാരുണ്യ സമുദ്രത്തോട് നമുക്ക് ചെന്ന് എന്തും ചോദിക്കാം. തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ആ കാരുണ്യ പയോധിയായിരിക്കുന്നവൻ അതങ്ങ് സ്വീകരിച്ചോളൂ. അതുകൊണ്ട് അവൻ്റെ അടുക്കൽ തന്നെ പോകണം. കൊല്ലാൻ സാധിക്കുന്നവൻ്റെ അടുക്കൽ വളർത്താൻ വേണ്ടിയിട്ട് പോയി നിൽക്കണം. കാരണം അവനിത് രണ്ടും സാധിക്കും. കൊല്ലാനും സാധിക്കും, വളർത്താനും സാധിക്കും. ഇത് രണ്ടും സാധിക്കാത്തവൻ്റെ അടുക്കൽ പോയിട്ടും കാര്യമില്ല. കാരണം എന്താ? അവൻ്റെ കൂടെ നിൽക്കുന്ന സമയം വെറുതെയാണ്. മനസ്സിലായില്ലേ? ശിക്ഷിക്കാനും രക്ഷിക്കാനും സാധിക്കുന്നവനോടൊപ്പം നടക്കണം. അപ്പോൾ തെറ്റ് കണ്ടാൽ അവൻ ശിക്ഷിക്കും, നല്ലത് ചെയ്താൽ അവൻ രക്ഷിക്കും. ഇതാണ് മനുഷ്യന് വേണ്ടത്. നമ്മൾ എന്താ ചെയ്യുന്നത്? സുഖിപ്പിക്കുന്നവൻ്റെ കൂടെ നടക്കും. അവൻ അവൻ്റെ ആവശ്യത്തിനാണ് സുഖിപ്പിക്കുന്നത്. എന്നിട്ട് അവൻ അവൻ്റെ വഴിക്ക് പൊക്കളയും. സുഖിച്ചു നിൽക്കുന്നവർ അവിടെ നിൽക്കും. അപ്പം ശിവൻ ആരാണ്? കാമാന്തകനുമാണ്, കാമധനുമാണ്. അവനോട് ചെന്നിട്ട് പറയുക, രോഗാദികളെല്ലാം ഒഴിവാക്കണം. കാരണം എന്താ? എൻ്റെ ശരീരം ദുർബലമായാൽ എൻ്റെ മനസ്സ് ദുർബലമാകും. എൻ്റെ മനസ്സ് ദുർബലമായാൽ എനിക്ക് ആത്മാവിനെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ശരീരം ദുർബലമായാൽ മനസ്സ് ദുർബലമാകും. മനസ്സ് ദുർബലമായാൽ എനിക്ക് ആത്മാവിനെ ഒന്ന് നോക്കാൻ പോലും സാധിക്കില്ല. ഞാൻ ഈ ശരീരത്തിൻ്റെ വേദനകളിൽപ്പെട്ട് അതിൻ്റെ പ്രലോഭനങ്ങളിൽപ്പെട്ട് അങ്ങനെ നടക്കും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി, കാമത്തെ ഒഴിവാക്കി ശരിയായത് മാത്രം കാമിക്കാനായിട്ടുള്ള ബുദ്ധി തന്ന് നീ എന്നെ കാത്തുകൊള്ളണമെന്ന് പറയുക. ഇത്രയും ചെയ്യുമ്പോഴത്തേക്കാണ് ശരിയായത് നേടുകയും തെറ്റായ ചിന്തകൾ കരിച്ചു കളയുകയും ചെയ്ത് രോഗാദികളെല്ലാം ഒഴിവാക്കി വരുമ്പോഴാണ് ഒരാൾ സൗഖ്യത്തോടെ ഇരിക്കുന്നത്. അങ്ങനെയുള്ള സൗഖ്യം, എല്ലാ തരത്തിലും നല്ല ചിന്ത, നല്ല വാക്ക്, നിയന്ത്രിതമായ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ ശുദ്ധി, ഇതൊക്കെ വരുമ്പോഴത്തേക്കാണ് ഒരാൾക്ക് സൗഖ്യമുണ്ടാകുന്നത്. ആ സൗഖ്യം എനിക്ക് നൽകണേ കോലത്തുകര കോവിൽ വാഴുന്ന ഭഗവാനെ എന്നാണ് ഇവിടുത്തെ പ്രാർത്ഥന.
കോലദിരേശസ്തവം എന്ന് പറയുന്ന അത്യന്തം ഉത്കൃഷ്ടമായ ഭഗവാന്റെ കൃതിവിശേഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 6 പദ്യങ്ങളാകുന്ന 6 പടികൾ നമ്മൾ കടന്നു കഴിഞ്ഞു. 6 പടികൾ കടന്ന് ചെല്ലുമ്പോൾ ശിവനെ കാണണം. ആരാണ് ശിവൻ? മംഗളകാരിയായിരിക്കുന്നവനാണ്, കല്യാണദായകനാണ്, സർവവും പര്യവസായിയാക്കുവാനായിട്ട് കഴിവുള്ളവനാണ്. അവൻ എല്ലാത്തിനെയും തന്നിലേക്ക് ലയിപ്പിച്ച് ആ പൂർണ്ണമായിരിക്കുന്ന ഋതമായിരിക്കുന്ന സത്യത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും ചേർക്കുവാൻ കഴിവുള്ളവനാണ്. അങ്ങനെയുള്ളവനെ കാണാൻ നമ്മൾ മൂലാധാരം മുതൽക്ക് സഹസ്രാരം വരെയുള്ള പടികൾ കടന്ന് ചെല്ലുകയാണ്. ആ ചെല്ലൽ 6ാമത്തെ പടി കടന്ന് 7ാമത്തെ പടിയിലാകുമ്പോൾ എന്താണ് ആ ശിവനോട്, ആ മംഗളകാരിയായിരിക്കുന്ന ദേവനോട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്? ദാരിദ്ര്യമഹാദുഃഖമണഞ്ഞിടരുതെന്നിൽ ദൂരത്തകലേണം മതമെന്നും സുജനാനാം ചാരത്തു വസിപ്പാനൊരു ഭാഗ്യം വരണം. ശ്രീകോലത്തുകരക്കോവിഴി വാഴും ഭഗവാനേ, ദാരിദ്ര്യമഹാദുഃഖമണഞ്ഞിടരുതെന്നിൽ ദൂരത്തകലേണം മതമെന്നും സുജനാനാം ചാരത്തു വസിപ്പാനൊരു ഭാഗ്യം വരണം. ശ്രീകോലത്തുകരക്കോവിലിൽ വാഴും ഭഗവാനേ. ഇതാണ് ആ മഹാദേവനോട് അഭ്യർത്ഥിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. ദാരിദ്ര്യ മഹാദുഃഖം, ദുഃഖങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുഃഖമാണ് ദാരിദ്ര്യ മഹാദുഃഖം. അത് ശിവപുരാണത്തിലൊരു കഥ തന്നെയുണ്ട്. ഒരു ഭക്തൻ അനപത്യ ദുഃഖം കൊണ്ട് വിഷമിക്കുന്നു. അവന് അനപത്യ ദുഃഖം എന്ന് പറയുന്നത് കുട്ടികളില്ലാത്തതിൻ്റെ ദുഃഖമാണ്. അപ്പോൾ മഹാദേവൻ അവനോട് കനിയുന്നില്ല. അപ്പോൾ പാർവതി ചോദിക്കുന്നു, അങ്ങനെ എന്താണ് ഇത്രയും വലിയ ദുഃഖം അനുഭവിക്കുന്ന ഭക്തനെ കനിയാത്തത്? അപ്പോൾ മഹാദേവൻ തിരികെ ചോദിക്കുന്നു, ദാരിദ്ര്യമാണോ ഏറ്റവും വലിയ ദുഃഖം, അതോ അനപത്യ ദുഃഖമാണോ, സന്താന സൗഭാഗ്യമില്ലാത്തതിൻ്റെ ദുഃഖമാണോ? അപ്പോൾ ഒരു അമ്മ സ്ഥാനത്ത് നിന്നുകൊണ്ട് പാർവതി പറയുന്നു അനപത്യ ദുഃഖമാണ്. കാരണം അമ്മമാർക്ക് എപ്പോഴും, സ്ത്രീകൾക്ക് എപ്പോഴും കുഞ്ഞുങ്ങളില്ല എന്നുള്ളതൊരു വലിയ ദുഃഖമാണ്. പക്ഷേ ഭഗവാൻ മഹാദേവൻ അത് തെളിയിച്ച് കാണിച്ചു കൊടുത്തു. അവർക്ക് കുട്ടികളെ കൊടുത്തു, പക്ഷേ ദാരിദ്ര്യം സഹിക്കാൻ വയ്യാതെ അവർ കുഞ്ഞുങ്ങളുമായിട്ട് ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്നു. അപ്പോൾ ഏറ്റവും വലിയ ദുഃഖം അനപത്യ ദുഃഖമായിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുമായിരുന്നു? ഒരിക്കലുമില്ല. ഏറ്റവും വലിയ ദുഃഖം ദാരിദ്ര്യ ദുഃഖം തന്നെയാണ്. പട്ടിണി, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലായ്മ, സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിൽ കഴിയേണ്ടി വരിക, അതിനപ്പുറത്തേക്കുള്ള ദുഃഖമൊന്നുമില്ല. അത് മഹാദുഃഖമാണെന്ന് പറയുന്നത്. ഇനി ഭൗതിക ദാരിദ്ര്യം മാത്രമല്ല, ആത്മീയമായ ദാരിദ്ര്യവും മഹാദാരിദ്ര്യമാണ്, മഹാദുഃഖമാണ്. ദൈവമില്ല എന്ന് വിശ്വസിച്ച് നടക്കുന്നത് ഏറ്റവും വലിയ ഒരു ദാരിദ്ര്യമാണ്. കാരണം സ്രഷ്ടാവില്ലാതെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ തനിക്കൊരു സ്രഷ്ടാവുണ്ട്, അത് പക്ഷേ അവർ കണക്കാക്കുന്നവരുടെ പിതാവായിട്ടാണ്. ആ പിതാവിൻ്റെ ഒരു സ്രഷ്ടാവുണ്ട്, ആ പിതാവിൻ്റെ പിതാവിൻ്റെ ഒരു സ്രഷ്ടാവുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആദിമ മനുഷ്യനെ സൃഷ്ടിച്ചത് ആരാണ്?
അവനെന്തായാലും ഒരു പിതാവ് വരാൻ വഴിയില്ല. ആ പിതാവിനെയാണ് പരംപിതാവ് എന്ന് പറയുന്നത്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ദാരിദ്ര്യം മാറിക്കിട്ടി, ആത്മാവിൻ്റെ ദാരിദ്ര്യം മാറിക്കിട്ടി. ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നവർക്ക് എന്ത് സമ്പത്തുണ്ടായാലും അവർ മഹാദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. മനുഷ്യത്വമില്ലാത്തവർ. ഒരുപാട് പണമൊക്കെ ഉണ്ടാവും, പ്രതാപമുണ്ടാവും, അധികാരം ഉണ്ടാവും, പക്ഷേ മനുഷ്യത്വം കാണിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവർ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരാണ്. എവിടെയാണ് അവരുടെ ദാരിദ്ര്യം? ആത്മാവിലെ ദാരിദ്ര്യമാണ്. പണ്ട് നടരാജഗുരുവും സുഹൃത്തുക്കളും കൂടി ചേർന്നിട്ട് ബാംഗ്ലൂരിൽ അവർ പഠിക്കുന്ന സമയത്ത് പാവങ്ങൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടൊരു ശ്രമം നടത്തി. യാദൃച്ഛികമെന്നോണം ഭഗവാൻ അതുവഴി അപ്പോൾ വന്നു. അപ്പോൾ കുട്ടികൾ വിചാരിച്ചു ഭഗവാന് ഇത് ഇഷ്ടപ്പെടും, ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചു. ഭഗവാൻ എല്ലാം കണ്ടിട്ട് നല്ലത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഏറ്റവും വലിയ ദാരിദ്ര്യം ഏതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടികളൊന്നും മിണ്ടുന്നില്ല. ആത്മാവിൻ്റെ ദാരിദ്ര്യമാണ്. ശരീരത്തിൻ്റെ ദാരിദ്ര്യം നമുക്ക് തീർക്കാം, പക്ഷേ ആത്മാവിൻ്റെ ദാരിദ്ര്യം അവനവൻ തന്നെ തീരുമാനിക്കണം മാറണമെങ്കിൽ. പട്ടിണി കിടക്കുന്നയാൾക്ക് പുറത്തു നിന്നൊരാൾ ഭക്ഷണം കൊടുത്തേക്കാം. ഇനി ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് സർക്കാരോ സന്നദ്ധ സംഘടനകളോ മനുഷ്യത്വമുള്ള മനുഷ്യരോ കൊണ്ടുപോയിട്ട് പണം കൊടുത്ത് അവരെ സമ്പന്നരാക്കാം. പക്ഷേ ആത്മാവിലെ ദാരിദ്ര്യം പുറത്തുനിന്ന് ആർക്കും വന്ന് തീർക്കാൻ പറ്റില്ല. അത് അവനവൻ തന്നെ വിചാരിക്കണം. ആദ്യം ദൈവത്തിന് കീഴടങ്ങാനായിട്ട് സാധിക്കണം, ദൈവത്തിൽ സമർപ്പിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ആത്മാവ് തെളിഞ്ഞു വരും. ആത്മാവ് തെളിഞ്ഞ് ആത്മാവിലെ ദാരിദ്ര്യം നീങ്ങിയവന് മറ്റൊരു ദാരിദ്ര്യവും ബാധിക്കില്ല. ആത്മാവിൽ ദരിദ്രനല്ലാത്ത ഒരുവനെ മറ്റൊരു ദാരിദ്ര്യവും ബാധിക്കില്ല. അപ്പോൾ ആ ദാരിദ്ര്യ മഹാദുഃഖം അണഞ്ഞിടരുതെന്നിൽ എന്ന് പറഞ്ഞാൽ നീ എന്നിൽ നിറഞ്ഞു നിന്നാൽ എൻ്റെ ആത്മാവിൻ്റെ ദാരിദ്ര്യം മാറും. ആത്മാവിൻ്റെ ദാരിദ്ര്യം മാറിയാൽ എന്നെ ഭൗതികമായ ദാരിദ്ര്യവും പിന്നെ ബാധിക്കില്ല. ഇനി ആത്മാവിൻ്റെ ദാരിദ്ര്യം മാറണമെങ്കിൽ എന്ത് വേണം? ദൂരത്തകലേണം മതമെന്നും. ഏതോ ഒരു സാധനം നമ്മിൽ നിന്ന് വിട്ടുപോയാലേ ആത്മാവിൻ്റെ ദാരിദ്ര്യം മാറുകയുള്ളൂ. അതെന്താണ് വിട്ടുപോകേണ്ടത്? മതം. മതം അല്ല, മതം, ദായാണ് എന്ന് പറഞ്ഞാൽ അഹന്ത, ഡംഭ്. ഇതാണ് മതം. ആ മതം നമ്മിൽ നിന്ന് വിട്ടുപോകണം. ഞാനതാണ്, ഞാനിതാണ്, ഞാനിതൊക്കെ ചെയ്യുന്നു, ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു ഇവിടെ, ഇങ്ങനെയൊക്കെ പറയുന്ന ധരിക്കുന്ന ഒരു ഭാവമുണ്ടല്ലോ. അവിടെ പോയാൽ ഞാനേ ജയിക്കൂ, ഈ മത്സരമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ തന്നെ ജയിക്കും. ഇതാണ് മതം എന്ന് പറയുന്നത്. മതവും മാത്സര്യവും ഇരട്ടപ്പെട്ട കുഞ്ഞുങ്ങളെ പോലെയാണ്. അവർ തമ്മിൽ യോജിച്ച് നിൽക്കും, ഒരുവൻ്റെ മുന്നോട്ടുള്ള ഗതി അവർ തടയുകയും ചെയ്യും. അപ്പോൾ മതം ദൂരത്തകന്നാൽ ദാരിദ്ര്യ മഹാദുഃഖം അണയുകയില്ല. അപ്പോൾ ദാരിദ്ര്യവും മാറണം, മതവും മാറണം. മതം മാറുക എന്ന് വെച്ചാൽ മതം മാറുകയല്ല, അഹന്ത മാറണം. അതിന് എന്താണ് ഭഗവാൻ ഈ ശിവനോട് പ്രതിവിധിയായിട്ട് ചോദിക്കുന്നതെന്നറിയാമോ? ഇത് രണ്ടും മാറാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. എന്താണ്? സുജനാനാം ചാരത്ത് വസിപ്പാൻ ഒരു ഭാഗ്യം വരണം. അപ്പോൾ മഹാദേവ, നീ എനിക്ക് കുറേ സമ്പത്ത് തന്ന എൻ്റെ ദാരിദ്ര്യം തീർക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ ആത്മാവിൻ്റെ ദാരിദ്ര്യം തീർത്താൽ എനിക്ക് ഭൗതികമായും ദാരിദ്ര്യം പിന്നെ ഉണ്ടാവില്ല. അതിന് എൻ്റെ ഉള്ളിലെ അഹന്ത, ഞാനെന്ന ഭാവം ഉണ്ടല്ലോ, അത് പോയാൽ എൻ്റെ ആത്മാവിൻ്റെ ദാരിദ്ര്യം മാറും. അതിന് നീ എന്താ ചെയ്യണ്ടേ? എൻ്റെ അഹന്തയെ മാറ്റാൻ നിനക്ക് സാധിക്കില്ല, ഞാൻ തന്നെ ചെയ്യണം. എന്നെ സുജനാനാം ചാരത്ത് വസിപ്പാൻ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണം. സുജനങ്ങളുടെ, സത്യബോധമുള്ള ജനങ്ങളുടെ, സജ്ജനങ്ങളുടെ ചാരത്ത് വസിപ്പാൻ, അവരോടൊത്ത് താമസിക്കാൻ,
അവരോടൊത്ത് ജീവിക്കാൻ ഉള്ള ഭാഗ്യം വരണം. അപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യം ഏതാണ്? 10 കോടി രൂപയുടെ ലോട്ടറി അടിക്കലല്ല, ഇഷ്ടം പോലെ സമ്പത്തും പൊന്നും വസ്തുക്കളുമൊക്കെ ലഭിക്കുന്നതല്ല, നല്ല ഭക്ഷണം ലഭിക്കുന്നതല്ല, നല്ല വസ്ത്രം ലഭിക്കുന്നതല്ല. ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് സജ്ജനങ്ങളോടൊപ്പം വസിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ദുർജനങ്ങളോടൊപ്പം നമ്മൾ വസിച്ചെന്നാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിന് സ്വസ്ഥതയും ശാന്തതയും ലഭിക്കില്ല. അപ്പോൾ സജ്ജനങ്ങളോടൊപ്പം വസിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. എന്താണ് സജ്ജനങ്ങളുടെ ചാരത്ത് വസിക്കാൻ സാധിക്കുന്നത് ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത്? സജ്ജനങ്ങളെന്ന് പറഞ്ഞാൽ സത്യം കണ്ടവരാണ്, സത്യാനുഭവം നേടിയിട്ടുള്ളവരാണ്. അവരുമായിട്ടുള്ള സംസർഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സത്സംഗം. സത്യസ്ഥിതരായിരിക്കുന്നവർ, അവരുമായിട്ട് സംഘം വന്നാൽ നമുക്കും സത്യത്തോട് ആഭിമുഖ്യം ഉണ്ടാവും. അവർ നമ്മെ സത്യവഴിക്ക് നയിക്കും. നമ്മിൽ എത്രത്തോളം ദുഷ്ടതയുണ്ടെങ്കിലും, നമ്മൾ എത്രത്തോളം വലിയ കൊടിയ പാപികളാണെങ്കിലും, മുജ്ജന്മത്ത് ഒരുപാട് ദോഷം മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും, നമ്മൾ സജ്ജനങ്ങളോടൊത്ത് ജീവിച്ചാൽ ഈ പാപങ്ങളെല്ലാം അവർ മുഖേന ഇല്ലാതെയാകും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്ത് കിടന്ന് ഇതൊക്കെ അനുഭവിച്ച് തീർക്കേണ്ടി വരും. ഒരിക്കലും ഗതി പിടിക്കില്ല. കാരണം എന്താ? മുജ്ജന്മത്ത് കലശലായ പാപങ്ങൾ ചെയ്തിട്ടുള്ളവർ ഈ ജന്മത്ത് ഒരു പാപവും ചെയ്തില്ലെങ്കിൽ പോലും അവർക്ക് നിരന്തരം പീഡകൾ വന്നുകൊണ്ടേയിരിക്കും, ദുരനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അവരെന്തിനിറങ്ങിയാലും രക്ഷപ്പെടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഉപായമാണ് സജ്ജനങ്ങളോടൊത്ത് ജീവിക്കുക എന്നുള്ളത്, സത്തുക്കളോടൊത്ത് ജീവിക്കുക എന്നുള്ളത്. അവരപ്പോൾ എന്താ ചെയ്യണ്ടേ? നല്ല സത്യബോധം നേടിയിട്ടുള്ള മുനിമാർ, ആചാര്യന്മാർ, അങ്ങനെ പണ്ഡിതരായിട്ടുള്ളവർ, മനുഷ്യസ്നേഹികളായിട്ടുള്ളവർ, അവരോടൊക്കെ പോയി കൂട്ടുകൂടി അവരെ സേവിച്ച് അവരുടെ പ്രീതി പിടിച്ചുപറ്റി അവരോടൊത്ത് നിൽക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യും? നമ്മിലുള്ള ശീലക്കേടുകൾ, നമ്മിലുള്ള മതം, ഇതൊക്കെ അവരങ്ങ് എടുത്തു കളയും. അങ്ങനെ നമ്മെയും ഈ പാപങ്ങളകറ്റി സത്യബോധം നേടുവാനായിട്ട് നമ്മെയും ദൈവം അനുഗ്രഹിക്കും. അതാണ് ഈ സജ്ജനങ്ങളോട് അവരെ സേവിക്കാൻ കിട്ടുന്നത് ഭാഗ്യമാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഭഗവാൻ ഇവിടെ അവതരിച്ച കാലത്ത് ഭഗവാനെ സേവിച്ച ഒരുപാട് പേരുണ്ട്. എത്രയോ സത്തയുള്ളവരാണവർ, എത്രയോ ഭാഗ്യം ചെയ്തവരാണവർ. ഭഗവാനെ ഒന്ന് സേവിക്കുവാനായിട്ട് ഒരു ഭാഗ്യം അവർക്ക് കിട്ടുക എന്ന് പറയുന്നത് നിസാരമല്ല. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ മുജ്ജന്മ പാപങ്ങൾ ഇല്ലാതെയായി അവർ പൂർണ്ണ സത്യത്തിൽ ലയിക്കുകയും ചെയ്തു. ഭഗവാന്റെ ഭക്തനാണ്, ഭഗവാന്റെ ശിഷ്യനാണ് എന്ന് പറയുന്നതിനപ്പുറം ഭാഗ്യം വേറെ എന്താണ് ഈ ലോകത്തുള്ളത്? ഗുരുവിനെ അറിഞ്ഞവർക്ക് അറിയാം അതിനേക്കാൾ വലിയ ഭാഗ്യം വേറെ വരാനില്ല എന്നുള്ളത്. ആ ഭാഗ്യം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടണം എന്നുണ്ടെങ്കിൽ, നിയോഗം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദേവതാപ്രീതി ഉണ്ടാവണം, പിതൃപ്രീതി ഉണ്ടാവണം. പരമേശ്വരൻ നമ്മെ അനുഗ്രഹിച്ചനുവദിക്കണം. ഈ ജന്മം നീയെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഭക്തനായിട്ട് ജീവിക്കൂ, ഈ ജന്മം നീയെ ശ്രീനാരായണ ഗുരുവിൻ്റെ ദാസനായിട്ട് പാദസേവ ചെയ്ത് ജീവിക്കൂ, നിനക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞ് വിടുന്ന ജീവാത്മാക്കളാണ് ഈ ഗുരുവിൻ്റെ പാർശ്വതന്മാരായിട്ട് വന്ന് ജനിച്ചത്, ഗുരുവിനെ സേവിച്ചത്. അവരങ്ങനെ സേവിച്ച് അവരുടെ പാപം അകറ്റി. ഇതാണ് സജ്ജനങ്ങളെ സേവിക്കണമെന്ന് പറയുന്നത്. ദുർജനങ്ങളെ ചിലർ പോയി സേവിക്കും. പണവും പ്രതാപവും അധികാരവും ഒക്കെ ഉണ്ട്, പക്ഷേ ദുഷ്ടത്തരമേ കാണിക്കൂ. മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്തിട്ടായാലും പണം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമാണ്. അധികാരം നിലനിർത്താനൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യും. അങ്ങനെയുള്ളവരെയൊക്കെ പോയിട്ട് സേവിക്കുന്നവരെ കാണാം. അവരെന്തെങ്കിലും കൊടുക്കും. ഇവൻ്റെ സേവനം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും കൊടുക്കും. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് അവർക്ക് ഇവനോട് ദേഷ്യം വന്നാലോ അവർ തന്നെ ഇവനെ ഇല്ലാതെയാക്കും.
അതാണ് ഈ ദുർജനങ്ങളെ സേവിക്കാൻ പോയാലുള്ള കുഴപ്പം. ദുർമരണം സംഭവിക്കും, അപകടം സംഭവിക്കും. ദുഷ്ടൻ്റെ ആയുധം കൊണ്ട്, ദുഷ്ടൻ്റെ കൈ കൊണ്ട് മരിക്കേണ്ടി വരുന്നതിനേക്കാൾ വലിയ പാപം വേറെ ഇല്ല. പക്ഷെ സജ്ജനം ഒരിക്കലും, ഇനി നമ്മൾ കുറേ നാൾ അവരുടെ കൂടെ പോയി നിന്ന് അവരെ സേവിച്ചിട്ട് നമുക്കിഷ്ടപ്പെടാതെ ഇട്ടിട്ട് പോന്നാലും അവർ നമ്മെ വെറുക്കത്തില്ല. അവൻ്റെ ഒരു അറിവില്ലായ്മയായി കണ്ടിട്ട് ദൈവത്തോട് പറയും, ദൈവമേ അവൻ അറിവില്ലാതെയാണ് എന്നെ വിട്ടുപോയത്, അവനോട് ക്ഷമിക്കണമേ എന്ന് പറയും. ഇതാണ് സജ്ജനം. അപ്പോൾ സജ്ജനത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് കിട്ടാവുന്ന പ്രയോജനം എന്താണ്? മോക്ഷത്തിലേക്കുള്ള കവാടം തുറക്കും. സത്സംഗത്തിലൂടെ നിസ്സംഗത്വത്തിലേക്കും, നിസ്സംഗത്വത്തിലൂടെ നിർമോഹത്തിലേക്കും, നിർമോഹത്തിലൂടെ ആത്മതത്വത്തിലേക്കും, ആത്മതത്വത്തിലൂടെ ജീവൻ മുക്തിയിലേക്കും ക്രമേണ നമ്മൾ നയിക്കപ്പെടും. അതുകൊണ്ട് നമ്മളെപ്പോഴും സജ്ജനങ്ങളോട് ഒത്ത് ജീവിക്കുവാനായിട്ട്, സജ്ജനങ്ങളെ സേവിച്ച് ജീവിക്കുവാനായിട്ട് ഉള്ള ഭാഗ്യം ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കണം. സജ്ജനങ്ങളോടൊപ്പം നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് മതം ഉണ്ടെങ്കിൽ, അഹന്തയുണ്ടെങ്കിൽ നമുക്ക് അവരെ അനുസരിച്ച് നിൽക്കാൻ സാധിക്കില്ല. നമുക്ക് ഇട്ടിട്ട് പോരണമെന്ന് തോന്നും, അവരോട് ദേഷ്യമൊക്കെ വരും. അപ്പോൾ മതം അകറ്റി തന്നാൽ ഞാൻ സജ്ജനത്തോടൊപ്പം നിൽക്കാൻ സാധിക്കും. അതിന് പരമേശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്, മതം അകറ്റിത്തരിക. എന്താണ്? ജാതിയോടും കുലത്തോടും ധനത്തോടുമുള്ള അഭിമാനം ആണ് ഈ ദുരഭിമാനം എന്ന് പറയുന്നത്. മതമെന്ന് പറഞ്ഞാൽ അഹന്തയെന്നും ദുരഭിമാനമെന്നും അർത്ഥമുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ആശ്രയിക്കാൻ വന്നവരോടൊക്കെ പറഞ്ഞു, ജാതി ഇല്ല, ഇല്ലാത്തതാണ്, വെറുതെ സങ്കല്പിച്ചുണ്ടാക്കി വച്ചിരിക്കുന്നതാണ്. അത് ഇല്ല എന്ന് വിശ്വസിക്കണം, അത് പോകണം എന്ന് പറഞ്ഞെന്നാൽ ജാതി എന്ന് പറയുന്നത് ഒരു തരം മതമാണ്, അഹങ്കാരമാണ്, കുലത്തോടുള്ള അഭിമാനം. ഞാൻ ഇന്ന കുലക്കാരനാണ്. ഇപ്പോൾ ചിലരൊക്കെ പറയത്തില്ലേ, ഈഴവനാണെന്ന് പറയാൻ ഉള്ള അഭിമാനത്തോടു കൂടി പറയാനുള്ള അവസ്ഥയിലാക്കി തന്നു എന്നൊക്കെ ഭയങ്കര ഒരു ക്രെഡിറ്റായിട്ടൊക്കെ പറയുന്നത് കേൾക്കാം. എന്ന് പറഞ്ഞാൽ അത്രയും പേരെ ഗുരുവിൽ നിന്ന്, സജ്ജനത്തിൽ നിന്ന് അകറ്റി എന്നാണ് അർത്ഥം. കാരണം എന്താ? ഗുരുവിൻ്റെ ആശ്രിതനായിട്ട് ഗുരുവിൻ്റെ പ്രീതി ലഭിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജാതി ഉണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. ജാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ ജാതി ഭേദവും ഉണ്ട് എന്നാണ് അർത്ഥം. കാരണം എനിക്കൊരു ജാതി ഉണ്ടെന്ന് ഞാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്കൊരു ജാതി ഉണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കും, മറ്റവർക്ക് ജാതി ഉണ്ടെന്ന് അവർ തീരുമാനിക്കും. പിന്നെ ഇതിൽ ആരാണ് കേമൻ എന്നുള്ളതായി മത്സരം. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞ മതത്തോടൊപ്പം നിൽക്കുന്നത് മാത്സര്യമാണ്. അപ്പോൾ ഞാനാണ് കേമൻ, ഞാനാണ് കേമൻ എന്ന് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഇവിടെ ഭേദമുണ്ട്, ഞാനുണ്ട്, നീയുണ്ട്, അവനുണ്ട്, ഇവനുണ്ട്. ഇങ്ങനെ ഭേദചിന്ത ഉണ്ടായാൽ സത്യം നമുക്ക് തെളിയത്തില്ല. സത്യം എന്താണ്? ഇവിടെ ഒന്നേ ഉള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തിൽ നിന്ന് ഉണ്ടായി ദൈവത്തിൽ തന്നെ ലയിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ ദൈവമല്ലാതെ മറ്റൊന്നില്ല. ഇതിനെയാണ് അദ്വൈതം എന്ന് പറയുന്നത്. ആ അദ്വൈതം നമുക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മിൽ നിന്ന് ജാതി ചിന്ത പോകണം, മതഭേദമുണ്ടെന്നുള്ളത് പോകണം, വ്യക്തിഭേദമുണ്ടെന്നുള്ളത് പോകണം. അങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മിൽ നിന്ന് പോയാലേ നമുക്ക് സത്യം തെളിയുകയുള്ളൂ. അപ്പോൾ ഗുരുവിനോട് അടുക്കുമ്പോഴത്തേക്ക് നമ്മളിൽ നിന്ന് ജാതി പോകുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു ഭാഗത്ത് ഞാൻ ജാതിക്കാരനാണെന്ന് പറഞ്ഞ് ഞാൻ ഗുരുഭക്തനാണെന്ന് പറയുന്നതിൽ വൈരുദ്ധ്യമുണ്ട്. സജ്ജനമാണ് ഗുരു. സജ്ജന സമ്പർക്കം നമുക്ക് ഭഗവാൻ പരമശിവൻ കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്നിരിക്കുന്നതാണ്. നമ്മുടെ പ്രാർത്ഥന കേട്ടിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ദാരിദ്ര്യ ദുഃഖം അകറ്റാൻ, നമ്മുടെ മതചിന്ത, മതം, നമ്മുടെ അഹന്ത അല്ലെങ്കിൽ ദുരഭിമാനം ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുരുവിൻ്റെ അടുക്ക് ചെന്നിരിക്കുന്നത്. അപ്പോൾ ഗുരു പറഞ്ഞു, നിങ്ങളുടെ മതം മാറണമെന്നുണ്ടെങ്കിൽ ഈ കുലാഭിമാനം, ജാത്യഭിമാനം ഉണ്ടല്ലോ, അത് കളയണം ആദ്യം. കാരണം ഇവിടെ അങ്ങനെയൊന്നുമില്ല. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം, ആദിമമായിരിക്കുന്നൊരു ആത്മരൂപമാണ് നമ്മളെല്ലാവരും. നമുക്ക് പ്രത്യേകമായിട്ട് നമ്മൾ ആരും ഇവിടെ ഇല്ല.
അങ്ങനെ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ജാതി ഉണ്ടെന്ന് വിചാരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നിരന്തരമായ ഗുരുവിൻ്റെ സമ്പർക്കം കൊണ്ട് നമുക്ക് ജാതി പോകണം. പണ്ട് സത്യവ്രതസ്വാമി നായർ സമുദായത്തിൽ ജനിച്ച ആളാണ്. ഗുരുവിനെ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷെ ഗുരുവിനോട് അടുത്ത് ചെന്ന് പെരുമാറാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഗുരുവിൻ്റെ ഭക്തനായി, ശിഷ്യനായി. ഭഗവാൻ പറഞ്ഞു ജാതി ഇല്ല എന്ന് പറഞ്ഞു. സത്യവ്രതൻ അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. സത്യവ്രതൻ ഒരിടത്തും ഒരാളോടും ജാതി കാണിച്ചിട്ടില്ല. മനസ്സിൽ പോലും ജാതി ഉണ്ടെന്ന് പിന്നെ വിചാരിച്ചില്ല. അപ്പോൾ മറ്റുള്ള ശിഷ്യരെ ഭഗവാൻ സത്യവ്രതനെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, സത്യവ്രതനെ നോക്കൂ, അശേഷം ജാതി ചിന്തയില്ല, നമുക്ക് പോലും അത്ര ജാതി പോയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഭഗവാനോട് താരതമ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭഗവാനെടുക്കുന്ന ജാതി ചിന്ത പോയിട്ടില്ല എന്നല്ല അർത്ഥം. സത്യവ്രതന് അത്രത്തോളം ജാതി ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയൊക്കെ ഭഗവാന്റെ നാവിൽ നിന്ന് ഒന്ന് കേൾക്കണമെന്നുണ്ടെങ്കിൽ സത്യവ്രതൻ എത്രത്തോളം ഭഗവാന്റെ വാക്ക് ഉൾക്കൊണ്ട് അതിലങ്ങ് ആയി നോർക്കുക. ഇങ്ങനെ ഒരുപാട് ചരിത്രം ഇവിടെ ഉണ്ട്. ഇതെല്ലാം മറന്നിട്ടാണ് നമ്മൾ ജാതി പറഞ്ഞു നടക്കുന്നത്. നമ്മൾ എത്രത്തോളം ഗുരുവിൽ നിന്ന് അകലെയാണ്. അതുകൊണ്ട് സജ്ജന സമ്പർക്കത്താൽ മതത്തെ ഇല്ലാതാക്കി, ദാരിദ്ര്യത്തെ ഇല്ലാതാക്കി മോക്ഷത്തിലേക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് ഭാഗ്യം വരണമെന്ന് കോലത്തുകര കോവിലിൽ വാഴുന്ന ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇത് ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തരുന്നതാണ്. അപ്പോൾ ഭഗവാന്റെ ഉപദേശം നിങ്ങൾ നോക്കുക. ഭഗവാൻ നമ്മെ ജാതിയില്ലായ്മയിലേക്ക് എത്തിക്കും. അതിന് ശിവനെ ആശ്രയിക്കേണ്ടി വന്നാൽ അങ്ങനെ, സുബ്രഹ്മണ്യനെ ആശ്രയിക്കേണ്ടി വന്നാൽ അങ്ങനെ, ദേവിയെ ആശ്രയിക്കേണ്ടി വന്നാൽ അങ്ങനെ, ആരെ ആശ്രയിക്കേണ്ടി വന്നാലും നമ്മിൽ വലയം ചെയ്ത് നമ്മെ സത്യബോധത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് എന്തൊക്കെ നിലനിൽക്കുന്നു അതിനെയൊക്കെ അകറ്റുക എന്നുള്ളതാണ് ഭഗവാന്റെ ധർമ്മം. അതാണ് ഭഗവാൻ എന്ന് പറയുന്ന സജ്ജനവുമായിട്ട് നമുക്ക് സമ്പർക്കം ഉണ്ടായതിൻ്റെ രഹസ്യം. പക്ഷെ ആ ഭാഗ്യം എന്താണെന്ന് നമുക്കിതുവരെ മനസ്സിലാകാത്തത് കൊണ്ട് കോലത്തുകര കോവിൽ വാഴുന്ന ആ ബാലപ്പിറ ചൂടിയ വാരിധി ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെ നിത്യസാന്നിധ്യം ഈ ഭൂമിയിലുണ്ടാക്കി നമുക്ക് സജ്ജന സമ്പർക്കം തന്നു, സുജനാനാം ചാരത്ത് വസിപ്പാൻ ഒരു ഭാഗ്യം തന്നു. പക്ഷേ നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് നമുക്കിപ്പോഴും മതമുണ്ട്, നമുക്കിപ്പോഴും ആത്മാവിൽ ദാരിദ്ര്യവുമുണ്ട്. അത് പോയിട്ടില്ല എന്നർത്ഥം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസിക. ഗുരുകൃപയുടെ വെളിച്ചം കുടുംബജീവിതത്തിൽ പകരുന്ന ഒരു സമ്പൂർണ്ണ മാസിക. വായിക്കുക, വരിക്കാരാകുക. കോപ്പികൾക്കായി വിളിക്കുക 6282319294. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസിക.